പ്രിയമുള്ളവരെ, എൻ്റെ ഒരു സംശയമാണ് കേട്ടോ. നിങ്ങൾക്കും ഇതേ സംശയമുണ്ടെങ്കിൽ എന്നെ കമന്റിലൂടെ അറിയിക്കണം. ഇന്ന് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന, സജീവമായി പ്രവർത്തിക്കുന്ന ഒത്തിരി നേതാക്കന്മാരുണ്ട്. പാർട്ടിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച സമരത്തിനും മറ്റ് പാർട്ടി പ്രവർത്തനങ്ങൾക്കും പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ പാർട്ടിക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞ അല്ലെ എത്രയോ നല്ല നേതാക്കന്മാരുണ്ട്. അവർക്ക് പാർട്ടി സീറ്റ് നൽകാതെ, ഇലക്ഷന് നിൽക്കുവാനായിട്ടുള്ള സീറ്റ് നൽകാതെ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ച് ഫേമസ് ആയ നടന്മാർക്ക് എന്തിനാണ് അവസരം കൊടുക്കുന്നത്? മന്ത്രി ഗണേഷ് കുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എങ്ങനെയുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ നയങ്ങൾ, അദ്ദേഹം നടപ്പിലാക്കുന്ന കാര്യങ്ങളൊക്കെ 100% നല്ലതാണ്. അദ്ദേഹം ഒരു നടനായിരുന്നു, പാർട്ടി പരിചയമുള്ള ഒരാളായിരുന്നു. എന്നാൽ ഇനി അദ്ദേഹത്തിന്റെ പൂർവ്വ ചരിത്രമൊന്നും എനിക്കറിയത്തില്ല. സിനിമയിൽ കണ്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ, നേരിട്ട് കണ്ടിട്ടുമില്ല. അപ്പോൾ ഗണേഷ് കുമാറിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും KSRTCയുടെ വളർച്ചയും ഇതൊക്കെ വളരെ വലുതാണ്. ഈ നടന്മാരൊക്കെ അതുപോലെ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഓക്കെ. എന്നാലും എനിക്ക് പറയാനുള്ളത്, പാർട്ടിക്ക് വേണ്ടി ഇൻക്വിലാബ് വിളിക്കുന്ന സഹാക്കളെ, പാർട്ടിക്ക് വേണ്ടി വെയിലത്തൂടെ ഇൻക്വിലാബ് വിളിച്ച് നടക്കുന്ന സഹാക്കൾക്ക് അവസരം കൊടുക്കണം. പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്ന സഹാക്കൾക്ക് അവസരം കൊടുക്കണം. പാർട്ടിക്ക് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യുന്ന സഹാക്കൾക്ക് അവസരം കൊടുക്കണം. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ് സുഹൃത്തുക്കളെ? കമന്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ.